ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു അബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1 തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1 തീയതി തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മ രാജിവെച്ചു. കുറ്റാരോപിതരായ എല്ലാ ആൾക്കാരും ബാക്കി പേര് അത് അടുത്ത പ്രാവശ്യം ഞാൻ ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള വനിതാ നേതൃത്വത്തിൽ അല്ല, വനിതാ നേതൃത്വത്തിൽ ഇതില് വനിതയല്ല, ഇതില് പാവങ്ങളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവമാവാൻ ഞാൻ റെഡിയല്ല. ഈ 15-അംഗ ഭരണസമിതി രാജിവെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടന നാറിയ സംഘടനയായി. അമ്മ എന്നുള്ള പേരൊഴിവാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവഹിതവും രാഷ്ട്രീയവും തീവ്രവാദ പ്രവർത്തന ആരോപണങ്ങളും എന്തിനെ കൊള്ള. മുമ്പ് ഇത് മോഹൻലാലും ഇടവേള ബാബു ഇന്നസെന്റ് ഒക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇത് സംഘടന ഭരിക്കാൻ കൊള്ളൂല. ഭരിക്കാൻ അറിയാത്ത ആളുകൾ ഭരിക്കാൻ വേണ്ടി നിൽക്കുക, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടെ. എന്നിട്ട് ഈ അമ്മ എന്ന് പറയുന്ന ഒരുപാട് വലിയ താരങ്ങൾ ഇതിൽ നിൽക്കുന്നവങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അമ്മയിൽ നിൽക്കുന്ന ആളുകളൊക്കെ സിനിമ ഇല്ലാത്ത ആൾക്കാരാണ്. സിനിമയുള്ള നടന്മാരായ കുഞ്ചാക്കോ ബോബനോ പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റേ ദുൽഖർ സൽമാനോ മറ്റേ ആസിഫ് അലി ഒന്നും ഇതിനില്ല. അവരൊന്നും ഇതിൽ പ്രവർത്തിക്കാനേ ഒന്നിനും വരുന്നില്ല. സിനിമയില്ലാത്ത കുറെ ആളുകളുടെ സംഘടനയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെൽഫെയർ കിട്ടട്ടെ. പക്ഷെ അത് ആ തമ്മിലുള്ള തല്ലും അത് പരിഹരിക്കാൻ നേതൃത്വമാണെങ്കിൽ ഇറങ്ങിപ്പോടോ. പിന്നെ എന്തെങ്കിലും രാജിവെക്കണം. മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേറെ വിഷയങ്ങളുണ്ട്. ഇത് ഈ ഒരു അമ്മ എന്നുള്ള പേരും വെച്ചിട്ട് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സിനിമ ആണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സിനിമക്കാരെ അല്ല. ഇവർക്കൊന്നും ഇപ്പൊ സിനിമ ഇല്ല. സത്യത്തിൽ ഇവർ രാജിവെച്ച് ഒഴിഞ്ഞതാ നന്നായത്.